Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and success in your life. I have immense pleasure to invite all of you a new episode to face your challenge. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു കമ്പനിയുടെ സെയില് ഡൗണിലേക്ക് പോകുന്നത്? പല കമ്പനികളുടെയും പ്രശ്നം പേയ്മെൻറ്റ് ഇഷ്യൂ ആണ്. ക്യാഷ് ഇൻഫ്ലോ വരണം. ഈ ക്യാഷ് ഇൻഫ്ലോ വന്നില്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? പേയ്മെൻറ്റുകൾ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തു നിന്നും ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് കളക്ട് ചെയ്യപ്പെടുന്നില്ല. ഈ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. കൊടുത്തുകൊണ്ടിരിക്കും, പേയ്മെൻറ്റ് വരുന്നില്ല. ഒരു കമ്പനിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ കേട്ടോ. പേയ്മെൻറ്റ് വന്നിട്ടേ സപ്ലൈ ചെയ്യാവൂ. പേയ്മെൻറ്റ് വരാതെ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് പേയ്മെൻറ്റ് വരാതെ, ഡീലർക്കാണെങ്കിൽ എൻ കൺസ്യൂമർ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ പൈസ വന്നിട്ടാണ് വീണ്ടും അവൻ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാവുള്ളൂ. അതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകും. ഒരു കമ്പനി എടുക്കേണ്ട നയം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുക്കേണ്ട നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡീലർ എടുക്കേണ്ട നയം, പേയ്മെൻറ്റ് വരാതെ പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ 50,000 ഓർഡർ തന്നു, അവർ 25,000 നമുക്ക് തരുന്നുള്ളൂ. നമ്മൾ 25,000 ഓർഡർ അയച്ചു കൊടുത്താൽ മതി. മനസ്സിലാക്കി? സാറൊക്കെ പേയ്മെൻറ്റ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, എന്താ പറ്റിയേ? പേയ്മെൻറ്റ് തരാത്തവനാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളണം. എന്താ പറ്റിയ ഇങ്ങനെ പേയ്മെൻറ്റ് ഡിലേ വരെ എന്താ കാര്യം? അപ്പോൾ പുള്ളി 100 കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അയക്കാം, ആ കിട്ടിയ ഓർഡർ കുറച്ചുകൂടെ ഷോർട്ടസ്റ്റ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ച ശേഷം അല്ലെങ്കിൽ ഓൺ ഡെലിവറി സമയത്തെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിച്ച ശേഷം മാത്രമേ നമ്മൾ ഡെലിവറി കൊടുക്കാവൂ. രണ്ടാമത്തെ റീസണായിട്ട് നമുക്ക് പറയാം, സ്റ്റോക്ക് വിൽക്കാതിരിക്കുക. ഡീലറുടെ അടുത്തും സ്റ്റോക്ക് വിറ്റ് പോകാതിരിക്കുക. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, വിറ്റ് പോകുന്നില്ല. ചിലപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇപ്പോൾ നമ്മൾ മഴക്കാലത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സീസണൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാകുമ്പോൾ ഒന്നാമത് ആളുകൾക്ക് മൊത്തത്തിൽ മഴക്കാലമാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. ഒരു ഡെഡ് സ്റ്റോക്കായിട്ട് ഇരിക്കുക, അത് വിറ്റ് പോകാത്ത ഒരവസ്ഥ, ഡീലർക്കും വിറ്റ് പോകാത്ത അവസ്ഥ, കസ്റ്റമേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ എൻ കൺസ്യൂമർ വരുന്നില്ല. അത്തരം സാഹചര്യത്തിൽ എന്തെല്ലാം അഡീഷണൽ സ്കീമുകൾ, ഓഫറുകൾ, പ്രോഡക്റ്റ് ബേസ് ആയ ഓഫറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യണം, ഡീലേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ പോകുന്ന കസ്റ്റമേഴ്സിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഓഫർ ചെയ്യുക. ഡീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ അവരുടെ ഒപ്പം നിർത്തി ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്ത് ഒരു ഫോട്ടോ എടുക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. എല്ലാവരെയും മോട്ടിവേഷനിലൂടെയാണ് ബിസിനസ് നടക്കുകയുള്ളൂ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ ആ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെ വിറ്റഴിക്കാം ഇനി ഇത് എന്ന് ഒരു ഡീലേഴ്സ് ചിന്തിക്കും. എൻ കൺസ്യൂമർ ഇത് എങ്ങനെ വിൽക്കാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്ത് ഇത് വിൽക്കാൻ പറ്റുമോ? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചിന്തിക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചിന്തിക്കുന്നത് ഡീലേഴ്സിന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കമ്പനി തന്നിട്ടുണ്ട്, ഒരു സ്കീം തന്നിട്ടുണ്ട്, ഈ സ്കീം അനുസരിച്ച് കുറച്ചുകൂടെ മാർജിൻ ഡീലേഴ്സിന് കൊടുക്കാം. സ്പെഷ്യൽ മാർജിൻ കൊടുത്തുകൊണ്ട് അതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയാൽ അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെ ചിന്ത ഉണ്ടാക്കുമ്പോൾ എവിടെ ചിന്ത മാറി ചിന്തിക്കുന്നുവോ അവിടെ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്റ്റോക്ക് പൊസിഷൻ നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് സ്കീമുകൾ, സ്പെഷ്യൽ ഓഫറുകൾ അത് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യണം. സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യണം. എന്ത് റീസൺ കൊണ്ടാണ് ഇത് കുറയുന്നത്, അതിനെക്കുറിച്ച് കമ്പനി സ്റ്റഡി ചെയ്യണം. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലുള്ള മാറ്റങ്ങൾ വരുത്തി സെയിൽ ഗ്രോത്ത് ചെയ്യണം. അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ കൂടുന്നു. സെയിം പ്രോഡക്റ്റ് തന്നെ ഒന്നിലധികം കമ്പനീസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുവരുന്നു. ഇതൊക്കെ മാർക്കറ്റിൽ ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനെ വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. അവിടെ കോമ്പറ്റീറ്റേഴ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? 50 തരാം, അപ്പോൾ മറ്റേ ആൾ പറയും ഞങ്ങൾ 40 തരാം. ഇപ്പോൾ വേറെ ആൾ പറയും ഇതേ പ്രോഡക്റ്റ് തന്നെ ഇത്തിരി ക്വാളിറ്റി മോശമുള്ളൂ, 35 തരാം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ പല ക്വാളിറ്റിയിൽ വരുമ്പോൾ ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആകെ കൺഫ്യൂഷൻ ആവും. ഏത് പ്രോഡക്റ്റ് എടുക്കണം, ഏത് പ്രോഡക്റ്റ് മാർജിൻ ചെയ്യണം. അപ്പം എപ്പോഴും മാർക്കറ്റ് അങ്ങനെയൊക്കെ തന്നെയാന്നേ. കോമ്പറ്റീറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന്, ഒരു ബിസിനസ് ഇഷ്യൂ വന്ന്, ഒരു പ്രോബ്ലം വന്ന് ബിസിനസ് കുറയുന്നു. നിങ്ങളെപ്പോലുള്ള സെയിം പ്രോഡക്റ്റുകൾ വേറെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്നു, മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും നമ്മളവിടെ ചെയ്യേണ്ടത് ഒരു നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യണം. എക്സിക്യൂട്ടീവ്സിനായാലും കമ്പനി അതോറിറ്റിക്കായാലും ആ ഒരു റിലേഷൻ, നല്ലൊരു റിലേഷൻ, ഒരു
പേഴ്സണൽ റിലേഷനൊക്കെ ഉണ്ടാവണം. പേഴ്സണൽ റിലേഷനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പ്രോബ്ലംസ്, അവരുടെ ബാക്കിൽ നമ്മൾ നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. എന്ത് കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു കമ്പനി അതോറിറ്റിയാണ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഞങ്ങളുടെ എന്ന് അവർക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. അത്തരത്തിൽ വരുമ്പോൾ ഒരു ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും, ഒരു ബെസ്റ്റ് സർവീസ്, ആഫ്റ്റർ സർവീസ് കൊടുക്കാൻ പറ്റും, ഒരു ബെസ്റ്റ് പ്രൈസിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതോടുകൂടി അവർ ഒരു പരിധി വരെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നേ. അതായത് ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ ഡീലർക്ക് സമാധാനത്തോടെ അവിടെ ഇരിക്കണമെന്നേ. എന്താ കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് ഈ പ്രശ്നം വരില്ലേ? കംപ്ലൈൻറ്റ് വന്നാൽ നമ്മുടെ ബാക്ക് സപ്പോർട്ട് വളരെ ബെറ്റർ കമ്പനിയാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ സ്പോട്ടിൽ ആ നിമിഷം തന്നെ മാറ്റി കൊടുത്ത് ഒരു പ്രോബ്ലം വന്നാൽ ഒപ്പം നിൽക്കുന്നവരാണ് ഏറ്റവും നല്ല, അല്ലേ? നമ്മൾ ഒരു ഇഷ്യൂ വരുമ്പോൾ, നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഒപ്പം നിൽക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരാണ് ഏറ്റവും നല്ല കമ്പനികൾ. അങ്ങനെ ഉള്ളവരാണ് നമ്മുടെ ഒരു ഡീലർക്ക് ഒരു പ്രശ്നം വന്നു, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു പ്രശ്നം വന്നു, അത് സോൾവ് ചെയ്യാൻ വേണ്ടി, അത് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഒപ്പം നിൽക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ക്വാളിറ്റി പോളിസിയിലും പ്രൈസിങ് പോളിസിയിലും അവർ ചെറിയ ചേഞ്ചസ് വരിക, കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ എപ്പോഴും നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്വാളിറ്റി പോളിസി വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ പ്രൈസിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും. എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ബോധ്യപ്പെടുത്തണം. അത് കമ്പനി അതോറിറ്റി, അതിൻ്റെ സെയിൽസ് പേഴ്സൺ വന്ന് അത് ബോധ്യപ്പെടുത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് പറ്റുമെങ്കിൽ അവരുടെ ഒപ്പം തന്നെ ഫീൽഡിൽ പോയിട്ട് 1-2 ഓർഡേഴ്സൊക്കെ എടുത്ത് കൊടുത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഡീലേഴ്സിൻ്റെ അടുത്താണ് അവിടെ കൗണ്ടറിൽ നിന്നുകൊണ്ട് ഒരു കൺസ്യൂമർ വരുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുക, ബാക്കി പ്രൊമോഷൻ ആക്ടിവിറ്റികൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ എന്നുള്ള കാര്യം അവർക്ക് തെളിയിച്ച് കൊടുക്കണം. അതിന് കുറച്ച് ആക്ടിവിറ്റികളുണ്ട്, പ്രൊമോഷൻ ആക്ടിവിറ്റികളുണ്ട്. പിന്നെ അവർക്ക് പ്രൈസിങ് പോളിസി ഉണ്ടെങ്കിൽ ആ പ്രൈസിങ് പോളിസിയിൽ എന്തെങ്കിലും ചെറിയ അൾട്രേഷൻ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമെങ്കിൽ മാത്രം അത് ചെയ്ത് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്ത് അത് അവരെ നമുക്ക് ഒന്നിച്ച് നിർത്താൻ ഉറപ്പായിട്ട് സാധിക്കും. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് കൂടുമ്പോൾ നമുക്ക് അവർക്ക് ഡീലേഴ്സിനായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായാലും ചെറിയ ടൂർ പാക്കേജുകളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വരാൻ ആഗ്രഹമുണ്ടോ, നമുക്കൊരു ചെറിയ ടൂർ പാക്കേജ് വെക്കാം സാർ, എങ്ങനെയെങ്കിലും വിൽക്കാൻ നോക്ക് പ്രോഡക്റ്റ്, ഇത്രയും ടാർഗറ്റിലേക്ക് വരുമ്പോൾ നമ്മളൊരു ചെറിയ പാക്കേജ് തരാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ഓഫറുകളോ സ്പെഷ്യൽ ടേൺ ഓവർ ഡിസ്കൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ ഒന്നിച്ച് നിർത്തണം. ഒന്നിച്ച് നിർത്തുക എന്നുള്ളത് നല്ലൊരു സെയിൽസ് പേഴ്സണ് പറ്റുമെന്ന്. ഇതൊക്കെ എത്ര കോമ്പറ്റേറ്റേഴ്സ് വന്നാലും ഇവരെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും കമ്പനികൾ ഇത്രമാത്രം സെയിൽസ് ടേൺ ഓവർ ചെയ്യുന്നത്? അവർ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. സെയിൽ ചെയ്യാനുള്ള ഒരു ഇൻ്റർ പേഴ്സണൽ സ്കിൽ, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഒപ്പം നമ്മൾ നിർത്തണം. കൗണ്ടറിലിരിക്കുന്ന സെയിൽസ്മാനും അതിൻ്റെ ഓണറും അതിൻ്റെ മാനേജിങ് ഡയറക്ടറൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വിൽക്കും. ഇതൊക്കെ ഒരു പരിധിവരെ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് അത് മാനസികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണെന്നേ. എല്ലാത്തിനും അടിസ്ഥാനം ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ നമ്മളത് പറയാനുള്ള, ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകൂ എന്ന് പറയാനുള്ള ഒരു മനസ്സുമാണ്. സെയിൽ ഡൗൺ ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് എങ്ങനെ സെയിൽ ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, അതിനുള്ള പരിഹാരം, അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് ഈ സെയിൽ ഡൗൺ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ കംപ്ലൈൻറ്റ് ഇഷ്യൂ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും കംപ്ലൈൻറ്റുകളെ അഹങ്കാരമായിട്ട് ഒരു കമ്പനി കാണരുത്. പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആദ്യം സമ്മതിച്ചു കൊടുക്കുക. യെസ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ. അത്തരത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അടുത്തോ ഒരു ഡീലറുടെ അടുത്തോ കൺസ്യൂമറുടെ അടുത്തോ വാദിച്ചുകൊണ്ടിരിക്കരുത്. കസ്റ്റമർ ഈസ് ദ കിങ്. അത് ഒന്നുകൂടെ അടിവര ഇട്ടോ, അത് സത്യമായ കാര്യമാണ്. ഏത് കമ്പനിയും കസ്റ്റമറുടെ മുമ്പിൽ തോറ്റ ചരിത്രമാണ് ഈ ലോകത്തുള്ളൂ, ഇന്ത്യയിലുള്ളൂ, ഈ കേരളത്തിലുള്ളൂ.
കാരണം അവൻ പേയ്മെൻറ്റ് കൊടുത്ത് വാല്യൂ ഉള്ള പൈസ കൊടുത്ത് മേടിക്കുന്ന പ്രോഡക്റ്റാണ്. അത് കംപ്ലൈൻറ്റ് വന്നിട്ട് ഇഷ്യൂ ആയിട്ട് ഒരു ഡീലറെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇതൊന്നും മാറ്റിത്തരില്ല, ഇത് ഞങ്ങൾ അതൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള ന്യായങ്ങൾ, മുട്ടായിത്തി ന്യായങ്ങളോ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പറയും. അപ്പോൾ അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും പറയാതെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്തിരിക്കണം. അതിൻ്റെ ബാക്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കണം. ഇതിന് മുമ്പ് പറഞ്ഞ പോയിന്റ് അതിലേക്കാണ് വരുന്നത്. കോമ്പറ്റീറ്റേഴ്സിന് ചില പ്രോഡക്റ്റുകൾ സെയിം പ്രോഡക്റ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് കംപ്ലൈൻറ്റ് വന്നാൽ തിരിഞ്ഞു നോക്കില്ല. ചിലർ സോൾവ് ചെയ്യും. എല്ലാ കമ്പനിയും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അല്ലാതെ അവർക്ക് മാർക്കറ്റിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റീറ്റേഴ്സ് കൂടുതലുണ്ട്, അവർക്ക് ചോയ്സ് ചെയ്യാനുള്ള, സെലക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടിയെന്നേ. ഇവിടെ മാനുഫാക്ചേഴ്സ് കൂടി വരുന്നുണ്ട്. പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് ആ കസ്റ്റമറുടെ ഒപ്പം നിന്ന് അത് പരിഹരിച്ച്, ആ ഡീലറുടെ ഒപ്പം നിന്ന് അത് പരിഹരിച്ച്, ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച്, ഡിസ്ട്രിബ്യൂട്ടറുടെ ഇഷ്യൂ പരിഹരിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഡീലറുടെ അടുത്ത് പോയി സാധനം വിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് ഡീലർക്ക് എൻ കൺസ്യൂമറിന് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് എൻ കൺസ്യൂമറിൻ്റെ ഇഷ്യൂ അവിടെ പരിഹരിച്ച് അവർ വീണ്ടും പർച്ചേസിലേക്ക് വരുള്ളൂ. എന്നാൽ മാത്രമാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് വിറ്റ് പോവുകയുള്ളൂ. ഈ ഒരു ബോധം കമ്പനിക്ക് ഉണ്ടാവണം. അത് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അത് ഗോഡൗണിൽ കെട്ടിക്കിടക്കും. ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡീലറാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറാണെങ്കിലും പെട്ടെന്ന് തന്നെ കമ്പനി അറിയിക്കുക. സഡൻ ആക്ഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ബാക്ക് സപ്പോർട്ട് നന്നായിട്ടുണ്ടാവണം. ഒരു ഇഷ്യൂ വന്നോ സഡനായിട്ട് അവിടെ സ്പോട്ടിലെത്താൻ പറ്റുമെങ്കിൽ സ്പോട്ടിലെത്തുക. ഒരു പ്രോബ്ലം നമ്മുടെ പ്രോഡക്റ്റ് നേരിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് ആ സ്പോട്ടിൽ എത്താൻ പറ്റണം. അല്ലെങ്കിൽ സഡനായിട്ട് കസ്റ്റമറെ വിളിക്കണം. എന്താണ് ഇഷ്യൂ സാർ, ഞാൻ പരിഹരിച്ചു തരാം, ഞങ്ങളിപ്പോൾ അങ്ങ് വരാം എന്ന് പറയാനുള്ള മനസ്സിലേക്ക് വളരണമെന്നേ. അങ്ങനെ വളർന്നില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുകയുള്ളൂ, വിറ്റ് പോകുന്നില്ല. നിങ്ങൾക്ക് സെയിലും ഡൗൺ ചെയ്യും. ആ പ്രോഡക്റ്റിനെ മാറ്റി വലിച്ചെറിഞ്ഞിട്ട് അടുത്ത പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കും. സാറേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഞങ്ങളത് മാറ്റി തന്നോളാം, ഇഷ്യൂ വരില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ സഡനായിട്ട് മാറ്റിത്തരാം. അങ്ങനെ പറയുമ്പോൾ തന്നെ അയാൾക്ക് ആശ്വാസമായി. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, വേറൊരു പ്രോഡക്റ്റ് ആ കസ്റ്റമറിന് കൊടുത്തോളൂ, ഇത് അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ മാറ്റിത്തരാം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം എന്തുണ്ടെന്ന് പറയാം ഒരു ഡീലർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്, ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാനൊരു ഷോപ്പിൽ നിന്ന് ഒരു ഡീലറിൽ നിന്ന് ഒരു പ്രോബ്ലം വരികയാണ്. അവർ നേരെ കമ്പനി വിളിക്കുകയാണ്. കമ്പനി മാറ്റി തരില്ലെന്ന് പറയുമ്പോൾ ആ കമ്പനിയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? കമ്പനി പറഞ്ഞു മാറ്റി കൊടുത്തോളം പറഞ്ഞു, വേറെ പ്രോഡക്റ്റായിട്ട് നമുക്ക് പോവാം. കംപ്ലൈൻറ്റ് വന്ന് അവിടെ കൊടുത്തു, പുതിയ പ്രോഡക്റ്റ് എടുത്തുകൊണ്ടുപോയി. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. കമ്പനിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാറ്റി കൊടുക്കാൻ തയ്യാറായിരിക്കണം. കംപ്ലൈൻറ്റ് എന്നൊരു ഐറ്റം, അവിടെ കംപ്ലൈൻറ്റ് ഇഷ്യൂ വന്നു, ഇനി നിങ്ങളായിട്ട് ഡീൽ ചെയ്യണില്ല. അപ്പോൾ സാറേ ഒരു കാര്യം ചെയ്യാം, കംപ്ലൈൻറ്റ് എന്ന പ്രശ്നം ഉണ്ടാവും. സാറ് ഒരു കാര്യം ചെയ്യും, ഈ കംപ്ലൈൻറ്റ് എന്ന എന്തുമാത്രം ഐറ്റം ഉണ്ട്? ഒരു 10,000 രൂപയുടെ ഐറ്റം ഉണ്ട്. സാറിപ്പോൾ ഏകദേശം ഒരു 20,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഞങ്ങൾക്ക് തരാനുണ്ട്. ഈ 10,000 രൂപയും സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചോളാം ഞങ്ങൾ. ആ സാധനം റിട്ടേൺ എടുക്കുക. ആ റിട്ടേൺ എടുത്തിട്ട് അവരുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് അത്രയും എമൗണ്ട് അങ്ങ് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പോരുത്. പിന്നെ സൂപ്പറായിട്ട് ആ എടുക്കുന്ന ഐറ്റത്തിന് ഒരു പുതിയ ബില്ല് അങ്ങ് അടിക്കുക. കമ്പനിയിൽ നിന്ന് ഒരു പുതിയ ഇൻവോയ്സ് അടിച്ച്, 10,000 രൂപയുടെ റിട്ടേൺ എടുത്തു, 10,000 രൂപ അക്കൗണ്ടിൽ നിന്ന് കുറച്ചു, പുതിയ ഒരു ഇൻവോയ്സ്, പുതിയൊരു ബില്ല്, ഈ 10,000 രൂപയുടെ പുതിയ ഫ്രഷ് ഐറ്റം, പ്രോബ്ലം ഇല്ലാത്ത പുതിയൊരു ബില്ല് നമ്മൾ ആ റിട്ടേൺ എടുക്കുന്ന 10,000 രൂപയുടെ അത്രയും മൂല്യമുള്ള ഒരു പുതിയ ബില്ല്, ഇൻവോയ്സ് കമ്പനിയിൽ നിന്ന് അടിച്ച് അവർക്ക് കൊടുക്കുന്നു. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അവർക്ക് എന്ത് സന്തോഷം? ആ 10,000 രൂപയുടെ കംപ്ലൈൻറ്റ് വന്നു, അത് അവരുടെ അത്രയും ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം പുതിയൊരു ഇൻവോയ്സ്, ആ എടുക്കുന്ന 10,000 രൂപയ്ക്ക് പുതിയൊരു ഇൻവോയ്സ് അടിച്ച് അവർക്ക് കൊടുത്തു. നമ്മുടെ പ്രോഡക്റ്റ് വീണ്ടും അവർ ഡീൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സെയിൽ കുറയുന്നു ഒരു സ്ഥാപനത്തിൽ, അതിനുള്ള പരിഹാരങ്ങളാണ്. ഈ ക്രെഡിറ്റ് പോളിസികളിൽ ഡീലർ ചേഞ്ച് വരുത്തി കളയും. ചില ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും, കടം കൊടുക്കുന്നതല്ല, കമ്പനികൾക്ക് 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുകൊണ്ട് കടം കൊടുക്കുന്നതല്ല. അപ്പോൾ ഒരു പരിധിവരെ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഒരു ഗുണവും കിട്ടും. ഈ പാവങ്ങൾ കമ്പനിയിൽ നിന്നും മേടിച്ചു വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിന് 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം. നമ്മളിത് കൊണ്ടുപോയിട്ട് 2 മാസം 3 മാസം 4 മാസം കഴിഞ്ഞ് പൈസ തരാതിരിക്കുന്നത് ഒരു മര്യാദയല്ല. എന്ത് കാര്യത്തിലും ഒരു മര്യാദ, ഒരു ന്യായമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു തോന്നൽ വരും. ഇപ്പം എനിക്ക് തോന്നുന്നു പലരും പറയുന്നത് ഒരു സ്റ്റിക്കറാണ് പണ്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ 5-6 സ്റ്റിക്കർ ഓരോ ഷോപ്പിലായിട്ട് ഡീലേഴ്സിൻ്റെ അടുത്ത് അവർ 3-4 അവർ ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും കാണാവുന്ന രീതിയിൽ, എൻ കൺസ്യൂമർ കാണാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നവർ കാണാവുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്നാമത് മഴക്കാലം,
സെയില് പല പ്രോഡക്റ്റുകൾക്കും സർവീസുകൾക്കും സെയില് കുറവാണ്. അപ്പോൾ ഇതിലൊക്കെ പിടിച്ചു നിന്ന് ഇത് കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. ഈ ക്രെഡിറ്റ് പോളിസി സ്ട്രോങ് ആക്കുമ്പോൾ കടം കൊടുക്കില്ല ഡീലർ. ഈ പ്രോഡക്റ്റ് മൂവ്മെന്റ് കുറവായിരിക്കും, മൂവ്മെന്റ് അവിടെ കുറയും, എൻഡ് കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ് പോകുന്നില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, എന്താ പ്രോഡക്റ്റ് വിൽക്കാത്ത, ഇത് വിറ്റ് പോയിട്ടില്ല, ഞാൻ കടമൊന്നും കൊടുക്കുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പാവം കുറച്ചൊക്കെ കടം കൊടുക്കാൻ നിർബന്ധിതമായി തീരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിബ്യൂട്ടർ വന്ന് അവിടെ കടം കൊടുക്കും. അപ്പോൾ അയാൾ ഒരു അറേഞ്ച്മെന്റിൽ കുറച്ചൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്താണ് പോകുന്നത്. എങ്കിൽ പോലും റെഡി പേയ്മെന്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. എനിക്കറിയാം, പലരെയും അറിയാവുന്നവരുണ്ട്. റെഡി പേയ്മെന്റിൽ വന്ന് ഇറക്കി കൊടുത്ത ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുത്താൽ അപ്പം റെഡി ക്യാഷ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. ഓരോ കമ്പനി, ഓരോ മനുഷ്യർ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളനുസരിച്ചിട്ടൊക്കെയാണ് അതിരിക്കുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് പോളിസി ഈ തരത്തിൽ വന്നാൽ നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും? അവരോട് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് പറയാം, ഞങ്ങൾ ക്രെഡിറ്റ് പോളിസിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം, 30 ദിവസം എന്നുള്ളത് ഞങ്ങൾ ഒരു 45 ദിവസം, നിങ്ങൾ ഇതനുസരിച്ച് സാറിന് എങ്ങനെ എൻഡ് കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഹോൾസെയിലർക്ക് അത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ ഉപരി, എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ അങ്ങ് പ്രണയിക്കാൻ നമ്മൾ പഠിക്കണം. ഹൃദയത്തിലേക്ക് കയറ്റി വയ്ക്കാൻ നമുക്ക് പറ്റണം. എല്ലാവർക്കും നമ്മുടെ പ്രോഡക്റ്റിനോടുള്ള പ്രണയം, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലെ അത് തുടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ ഇതെങ്ങനെ വിൽക്കാം എന്നുള്ള ആശയം അപ്പോൾ മനസ്സിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കും. ഓൾ ദ ബെസ്റ്റ്.